നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം വാഗമണിലെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരൻ മരിച്ച സംഭവം. ഈ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരും എന്ന സ്ഥിതിയാണ്. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതരമായ വീഴ്ച വന്നതായാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നതിലും വീഴ്ചയുണ്ടായതായി മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. വാഗമൺ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ഇടിച്ചു കയറി തിരുവനന്തപുരം സ്വദേശിയായ 4 വയസ്സുകാരനാണ് മരിച്ചത്. സംഭവത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തിയത്. എൻഫോഴ്സ്മെന്റ് RTO C ശ്യാമും സ്ഥലം സന്ദർശിച്ചു. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ B ആശാകുമാറിന്റെയും AMVI ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. തുടർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കയറ്റമുള്ള സ്ഥലത്തേക്ക് വാഹനം കയറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവർക്ക് സംഭവിച്ച പിഴവാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വാഹനം നിയന്ത്രിത വേഗത്തിൽ കയറ്റേണ്ടതിന് പകരം അമിതമായി ഡ്രൈവർ ആക്സിലേറ്ററിൽ കാലമർത്തി. ഇതിനുശേഷം നിയന്ത്രണം നഷ്ടമായപ്പോൾ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അമർത്തുകയും ചെയ്തു. ഇതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുകൂടാതെ മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ട് കൂടി മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. വാഗമണിലെ ചാർജിംഗ് സ്റ്റേഷന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം ചാർജിംഗ് സ്റ്റേഷൻ കയറ്റമുള്ള പ്രതലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പരന്ന പ്രതലത്തിൽ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇത്തരം അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ചാർജിംഗ് സ്റ്റേഷനിൽ ആളുകൾക്ക് വിശ്രമിക്കാൻ മതിയായി സൗകര്യം ക്രമീകരിച്ചിരുന്നില്ല. ഇതുമൂലമാണ് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അമ്മയ്ക്കും കുട്ടിക്കും ഇരിക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചാർജിംഗ് സ്റ്റേഷനിൽ വാഹനങ്ങൾ മഴ നനയാതെ നിർത്തിയിട്ട് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നില്ല. ഇതുകൂടാതെ ചാർജ് ചെയ്യാൻ എത്തുന്ന വാഹനങ്ങൾ അമിത വേഗത്തിൽ ചാടിക്കടന്ന് ഇടിക്കാതിരിക്കാൻ സ്പീഡ് ബ്രേക്കർ ഹമ്പുകൾ സ്ഥാപിക്കേണ്ടിയിരുന്നു. ഇത് ചാർജിംഗ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരുന്നില്ല. അപകടം സംബന്ധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനൊപ്പം ഇതുകൂടി ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ റിപ്പോർട്ടും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സമർപ്പിക്കും. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ചില പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്ക്. അവിടെ വന്നു, നേരെ കയറി ഇടിച്ചു. അയ്യോ, അവിടെ ഇടിച്ച് കറങ്ങി കൊണ്ടുപോയി. അവൻ പിന്നെ വണ്ടി അങ്ങോട്ട് ഇടിച്ച് അവിടെ കറങ്ങിയെന്നേ. അവൻ കാല് പിന്നെയും കൊടുത്തു. അത് അറിയാണ്ട് കാല് ഇതായി പോകുന്ന, കാല് ആക്സിലേറ്റർ ആയി പോവാ തന്നെ. അങ്ങേ സൈഡിലെ ക്യാമറ കാണാൻ വഴിയുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. അവന് പൂസാണ്. എന്നിട്ടും വണ്ടി കിടന്ന് അനങ്ങുക. അല്ല, വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ നോക്കുക. കൊച്ചിന് കുഴപ്പമില്ല. കൊച്ചിനെ സൈഡിലോട്ട് മാറ്റിയായിരുന്നു പുള്ളിക്കാരി. കൊച്ചിനെ സൈഡിലോട്ട് മാറ്റിയായിരുന്നു. പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കൊച്ചു തെറിച്ചു പോയി. ഇവനായിരുന്നു ഡ്രൈവർ. വീട്ടിൽ പോയാ? അതെ, അവിടെ ജീപ്പ് കിടക്കുമായിരുന്നല്ലോ. ഈ പെണ്ണല്ലേ? പുള്ളിക്കാനെ ഒന്ന് പിടിക്കാൻ കൂടി ആദ്യം. ഒന്നുകൂടെ നമുക്ക് റിവേഴ്സ് ഇട്ട് ഒന്നുകൂടെ നോക്കാം.